നവ്യ ഗർഭിണിയായതിന് പിന്നാലെ ഗർഭിണിയാണെന്ന് അറിയുമ്പം അവളെ നോക്കാനും അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെ കനകം വന്ന് അനന്തപുരിയിൽ നിൽക്കുകയാണ്. 10 ദിവസത്തേന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പം ദേവയാനി അതിനെന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ അടുത്ത് എത്ര ദിവസങ്ങളിൽ നിൽക്കാമെന്നും പറഞ്ഞിട്ട് സമ്മതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ മുറിയിൽ കിടക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പഴയ നവ്യ അല്ല, നവ്യ ആളാകെ മാറിപ്പോകും കേട്ടോ. അമ്മയോട് ഭയങ്കരമായിട്ട് സ്നേഹവും അമ്മേനെ കെട്ടിപ്പിടിച്ച് എനിക്കന്ന് അമ്മയോട് കിടക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനയും കൂടെ നവ്യയും കനകയും ഒരുമിച്ചിട്ട് മുറിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ പോയിട്ട് ആദർശിന് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. അമ്മയോട് കിടക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. സമാധാനമായെന്നും പറഞ്ഞിട്ട് ആദർശ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആദർശിന് എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ടേക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അങ്ങനെ വെളുപ്പാങ്കാലമായപ്പോഴേക്കും ആദർശ് എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയത്ത് നയന വെളുപ്പിലായിട്ട് ആദർശ് ഉറങ്ങുന്നത്. ശേഷം ഒരുപാട് താമസിച്ച് ആദർശ് എഴുന്നേൽക്കാതെ വരുമ്പം നയന പോയി നോക്കുമ്പോഴേക്കും ആദർശ് ഉറക്കമായിരിക്കും. എന്താ ആദർശ് ഇട്ടാ ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് ചോദിക്കുമ്പോഴാണ് ആദർശ് എഴുന്നേൽക്കുന്നത്. അല്ല ഞാനിന്നലെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയന മനസ്സിൽ കരുതുകയാണ്, ഞാനില്ലാത്തതുകൊണ്ടായിരിക്കും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് മനസ്സിൽ കരുതുന്നു കേട്ടോ. ശരിക്കും ആദർശ് താൻ ഉറങ്ങിയില്ലെന്ന് അറിഞ്ഞാൽ നയനുള്ള സ്നേഹം കാരണമാണോ എന്ന് കരുതുമോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ആദർശ് പറയാൻ കേട്ടോ. അങ്ങനെ നയന കോഫിയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ആദർശ് ഓർക്കാണ് ഇനി അവളോടെങ്ങാനും പറഞ്ഞു പോയാൽ തീർന്നു, ഇന്ന് ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ചളവാകും എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശിനോട് അച്ഛൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഓഫീസിലേക്ക് വരണ്ട, വീട്ടിൽ തന്നെ നിന്നോ, ഇന്ന് ക്ലയൻസ് ഒന്നും വരാനില്ല എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് അന്ന് ഓഫീസിലേക്ക് ആദർശ് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ആദർശ് പത്രം വായിക്കാനായിട്ട് താഴേക്ക് വരുന്നുണ്ട്. താഴെ വന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നയന അടുക്കളയിൽ നല്ല ജോലിയായിരിക്കും. പതിവിലും അന്ന് ആ കനകം അടുക്കളയിൽ കയറിയപ്പോൾ ദേവേനെ സമ്മതിച്ചില്ലല്ലോ. പക്ഷേ ഇന്ന് ദേവേനെ സമ്മതിക്കുന്നുണ്ട് അടുക്കളയിൽ കയറാനൊക്കെ. അങ്ങനെ കനകവും നയനയും കൂടെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും ഹാളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നവ്യ വന്ന് അടുക്കളയിൽ ജോലി ചെയ്യാൻ കയറുമ്പോൾ കനകം പറയാണ്, മോക്കിപ്പം പ്രഗ്നൻസി തുടങ്ങിയതല്ലേ ഉള്ളൂ, മോൾ വലിയ കട്ടിപ്പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, മോൾ പോയിരുന്നു അമ്മയും നയനയും കൊണ്ടുവന്നോളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയിരിക്കുമ്പം ഇവരിങ്ങനെ വിളമ്പിക്കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശനും കൊടുക്കുന്നുണ്ട് ഫുഡൊക്കെ. അങ്ങനെ ആദർശ് കഴിച്ചിട്ട് പറയണ, എന്തായാലും അമ്മയുടെ കൈപ്പുണ്യാണ് നയനയ്ക്ക് കിട്ടിയത്, എന്തായാലും ഫുഡ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, അതേ ഫുഡ് സൂപ്പറായിട്ടുണ്ട്, എന്തായാലും ഈ കൈപ്പുണ്യാണ് അമ്മയുടെ മകൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, നയനയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ വീട്ടിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നതാണ്, എന്തായാലും അത് ഈ അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശൊക്കെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ആദർശ് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ആദർശ് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ആ ലാപ്ടോപ്പ് മാറ്റി വെച്ച് സെറ്റിൽ തന്നെ ആദർശ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ഹാളിലപ്പോൾ അത്യാവശ്യം എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് വന്നിട്ട് ആനി തട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ ചേട്ടാ ഇന്ന് ഓഫീസിലൊന്നും പോകണ്ടേന്ന് ചോദിക്കുമ്പം ഇല്ലടാ ഇന്ന് ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഇതെന്തായാലും പതിവില്ലാതെ സെറ്റിയിലൊക്കെ വന്ന് കിടന്നുറങ്ങുന്നത്, ഇവനങ്ങനെ പകൽ ഉറങ്ങുന്ന ശീലമൊന്നും ഇല്ലല്ലോ, അത് മാത്രമല്ല അവൻ സോഫയിൽ കിടന്ന് ഇന്നേവരെ ഉറങ്ങിയിട്ടും ഇല്ല, ഇവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പോയിട്ട് ആദർശം തട്ടി വിളിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശാന്ന് ചോദിച്ചിട്ട് ആദർശ് ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അല്ല നിനക്ക് എന്ത് പറ്റി, നീ എന്താ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നത് ചോദിക്കുമ്പം ഒന്നുമില്ല മുത്തശ്ശ, ചെറിയ ക്ഷീണം പോലെ എന്ന് പറയുന്നുണ്ട്. എന്താ വല്ല അസൗകര്യമുണ്ടോ വല്ല അസുഖമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ പറയാൻ മടിയാണ് കേട്ടോ. അങ്ങനെ അന്ന് രാത്രി ആവുകയാണ്. അപ്പം അതുപോലെ തന്നെ നയനെ കൊണ്ടുവന്ന് ആദർശിന് വെള്ളവും വെച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അല്ല ഈ അമ്മയുള്ള അത്രയും ദിവസം നീ അവിടെ തന്നെ കിടക്കാനാണോ പ്ലാനെന്ന് ചോദിക്കുമ്പം ഞാൻ ഈ മുറിയിൽ ഇല്ലാത്തതല്ലേ ആദർശിൻ്റെ സന്തോഷം, പിന്നെ എന്താ ഞാൻ എവിടെ കിടന്നാലും 10 ദിവസമെങ്കിലും എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മയും നവ്യേച്ചിയും ഒരുമിച്ച് കിടക്കുന്നത്, അവിടെ ഞാനും കൂടെ പോയി കിടക്കുമ്പം എന്ത് രസമാണെന്നറിയാവോ, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാറ്, ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നയന പോവാണ്. അപ്പോൾ ആദർശിന് അവളോട് കിടക്കാൻ പറഞ്ഞുണ്ട്. എങ്കിലും അവൻ്റെ അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ അവൻ വേണ്ടെന്ന് പറഞ്ഞവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് മുറിയിൽ പോയിട്ട് മുറിയിൽ ഇനി നിന്നിട്ട് ആലോചിക്കുകയാണ്, പക്ഷേ ഇന്നത്തെ രാത്രിയും കുളമാവോ, എന്തായാലും ഇല്ല എന്നിന് ഉറങ്ങിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദർശ് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ആദർശിന് ഒരു രക്ഷയില്ല. ആദർശിന് ഉറക്കം വരുന്നില്ല കേട്ടോ. ആദർശ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടൊന്നും ആദർശിന് ഉറക്കം വരുന്നില്ല. അങ്ങനെ ആദർശ് പതിയെ ഇറങ്ങി താഴേക്ക് ഇങ്ങനെ നടക്കാൻ കേട്ടോ. ഹാളിൽ പോയിട്ട് കുറച്ചേരം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഹാളിലേക്ക് വരുന്നുണ്ട്.
ഈ സമയത്ത് അവൻ്റെ കൈ തട്ടി അവിടുത്തെ ഒരു ഫ്ലവർ വൈസ് മറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും ഈ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ് എന്താണ് സൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചെറിയമ്മ ചോദിക്കുകയാണ്, എന്താ ആദർശേ, നീ എന്താ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ചെറിയമ്മ, എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ല നയനമോൾ എവിടെയെന്ന് മുത്തച്ഛൻ ചോദിക്കുമ്പം അവളും അവളുടെ അമ്മയും നവ്യങ്ങളെ കൂടിയിട്ട് അവരുടെ മുറിയിൽ കിടക്കുക എന്ന് പറയുമ്പം നയനയും നവ്യയും കനവും ഒരുമിച്ചാണോ കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ. ഓ അപ്പം ചെറിയമ്മ പറയാണ്, ഓഹോ അപ്പം അതാണല്ലേ കാര്യം, ഇപ്പം മനസ്സിലായില്ലേ അച്ഛാ, ഇന്നലെ ഇവൻ പകലൂടെ കിടന്ന് ഉറങ്ങിയതിൻ്റെ രഹസ്യം. ഇന്നലെ നയന അവളുടെ അമ്മയുടെ കൂടെയാണ് കിടന്നത്, അതുകൊണ്ട് രാത്രിയിലൊന്നും ആദർശം ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പാതിരാക്കോഴിയെ പോലെ എഴുന്നേറ്റ് നടക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അതുകൊണ്ടൊന്നുമല്ല, നയനില്ലാത്തതുകൊണ്ടൊന്നുമല്ല, മുറിയിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചെറിയമ്മ പറയുന്നുണ്ട് കേട്ടോ, അതിനെ തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്, കൂടെ ഇത്ര നാളെ നയനുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് അവൾ പോയപ്പോൾ നിനക്കത് മിസ് ചെയ്തു, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയാണ്, അങ്ങനെയൊന്നുമില്ല ചെറിയമ്മയെന്ന് പറയുമ്പം ഇനിയും കടന്ന് ഉരുളൊന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് നയനയും നവ്യയും കനകം കൂടെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പ്രശ്നം ഇവിടെയെന്ന് ചോദിക്കാനുണ്ടോ കനകം. അതൊന്നും ഇല്ല, നയന ഇന്നലെ മാറിക്കിടന്നുകൊണ്ട് ആദർശ് ഇന്നലെ ഉറങ്ങിയിട്ട് കൂടിയില്ല, അതുപോലെ തന്നെ ഇന്നലെ പകൽ സെറ്റിയെ കിടന്ന് ഉറങ്ങായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആദർശ് ഉറക്കമില്ലാതെ ഇതിൽ എഴുന്നേറ്റ് നടക്കാൻ നയനില്ലാത്തതുകൊണ്ട് അവൻ്റെ കൈ തട്ടി ഫ്ലവർ വൈസ് മറിഞ്ഞു പോയി, ആ സൗണ്ട് കേട്ടിട്ട് ഞങ്ങളെല്ലാം എഴുന്നേറ്റ് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടുന്ന് കനകം ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേവയാനിക്കും ജലജയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ ആകെപ്പാടെ ചളവായെല്ലാം ഓർത്തിരിക്കുകയാണ്. ഈ ചെറിയമ്മ എല്ലാം കുളവാക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഞാനെന്തായാലും പോയി കിടക്കാൻ പോവാണ്, എനിക്ക് ഉറക്കം വരുന്നു പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും മുത്തശ്ശനും പറയുകയാണ്, നയന മോളെ എന്തായാലും നീ അവൻ്റെ കൂടെ പോയി കിടന്നോ, കാരണം അവൻ ഇനിയും ഉറക്കമില്ലാതെ ഇതിൽ എഴുന്നേറ്റ് നടക്കും, നാളെ ഓഫീസിൽ പോകാനുള്ളതല്ലേ എന്ന് പറയുമ്പം ശരി മുത്തശ്ശാന്ന് പറഞ്ഞിട്ട് കനകത്തിനോട് പറയണം, അമ്മേ ഞാൻ ഞങ്ങളുടെ മുറിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ മോള് പോയിക്കോ മോളെ, അല്ലെങ്കിലും വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെ കിടക്കേണ്ടത് അത് ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി കിടന്നോന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി കിടക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ നയന മുറിയിലേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് പറയാണ്, ഓഹോ അപ്പോൾ ഇന്ന് രാവിലെ എന്നോട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞൊക്കെ വെറുതെ ആയിരുന്നല്ലേ, ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നല്ലേ, അതുകൊണ്ടല്ലേ താമസിച്ച് എഴുന്നേറ്റെന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല, ഞാൻ കിടന്ന് ഉറങ്ങിയെന്ന് പറയുമ്പം ഇനി എന്തിനാ മറച്ചു വെക്കുന്നത്, എല്ലാം ചളവായി, ആദർശേട്ടൻ്റെ ഭയങ്കര ഈഗോ ഉള്ള ആളല്ലേ, അതുകൊണ്ടല്ലേ എല്ലാം മറച്ചു വെച്ചത്, ഇപ്പം എല്ലാം പൊളിഞ്ഞു എന്നും പറഞ്ഞിട്ട് നയന കടലിലേക്ക് കയറി കിടക്കുന്നതിന് കേട്ടോ. അങ്ങനെ നയന കിടന്നതിന് ശേഷം ഒരു 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആദർശം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ നയന അത് എഴുന്നേറ്റ് നോക്കുന്നതിന് കേട്ടോ. അപ്പോൾ നയനയ്ക്കത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്, തൻ്റെ പ്രസൻസ് ഇല്ലാതെ വന്നപ്പം ആദർശിന് അത് ഫീൽ ചെയ്യുന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നയന അത് ഓർത്ത് ഒരുപാട് സന്തോഷിക്കുന്നു തന്നെ കേട്ടോ. അങ്ങനെ രാവിലെ ആദർശം എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആദർശം ഓർക്കാണ്, എന്തായാലും ഷെറീമ പറഞ്ഞതുപോലെ തന്നെ നയന ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറക്കം വരാഞ്ഞത്, അവൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയല്ലോ, ശരിക്കും അവളില്ലാതെ ഇപ്പം എനിക്ക് ഉറങ്ങാൻ പോലും അവസ്ഥയായോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ സ്വയം ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസൊക്കെ നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.